പൊതുസമൂഹത്തിന്റെ ഐക്യം തകർക്കുന്ന, മനുഷ്യരെ വർഗീയമായി വേർതിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾക്ക് എന്നും കുടപിടിക്കുന്ന സമീപനമാണ് ഈ സംസ്ഥാനത്തെ സർക്കാർ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഒന്ന് വീതം 3 നേരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്നതും സംരക്ഷിച്ചു പോരുന്നതും പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. കേരള സമൂഹത്തെ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ മലീമസമാക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ എങ്ങനെയാണ് മുഖ്യമന്ത്രി പുകഴ്ത്തിയത് എന്ന് കേരളം കണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ നേതാവാണെന്നാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്തിലും വർഗീയത തിരയുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ് ജാതീയതയ്ക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും നിലകൊണ്ട് ഈ നാടിന്റെ മുഴുവൻ അഭിമാനമായ ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ നേതാവ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും അടുപ്പവും മനസ്സിലാക്കാൻ ഈ ഒരു വാചകം മാത്രം മതിയാവും. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ മതേതര കേരളം ഒരുമിച്ച് എതിർക്കുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ നാരായണ ഗുരുവുമായി ചേർത്ത് സംസാരിക്കുന്നത്.